വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് ശേഷം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഡാൻ കുര്യൻ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് SIT ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ്. ഈ വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ ഏൽക്കുന്ന സാഹചര്യം, ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം, അത് എന്തുകൊണ്ട് എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ വാക്സിന്റെ ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇത്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടിക്ക് വാക്സിൻ എടുത്തതാണ്. അതിനുശേഷമാണ് ഈ നായകടി ഏൽക്കുന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കിടയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വളരെ ജാഗ്രതയോടെ തന്നെയാണ് ഈ വിഷയത്തെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് ആരോഗ്യവകുപ്പ് ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചികിത്സയിൽ തുടരുന്ന കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ഇന്നലെ പുറത്തു വന്ന വിവരങ്ങൾക്ക്, അതായത് SIT ആശുപത്രി സൂപ്രണ്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച വിവരങ്ങൾക്കപ്പുറത്തേക്ക് ഔദ്യോഗികമായ മറ്റ് വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തൽസ്ഥിതി തുടരുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ നായകടി ഏൽക്കുന്നത് പതിവാകുകയും പക്ഷേ വാക്സിനുകൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ സ്ഥിതി ഗുരുതരമാകും. അതുകൊണ്ട് തന്നെ വാക്സിനുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അതിൽ അടിയന്തരമായ ശ്രദ്ധ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി അടക്കം തുടർന്ന് ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏകോപിപ്പിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്സിന്റെ ഗുണനിലവാരം അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.